Hi dear students. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ തിയറം ലാസ്റ്റ് ചെയ്ത ആ പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാം. ആ തിയറം കണ്ടിന്യൂ ചെയ്യും. ഇവിടെ v1 v2 etc vn ഓർത്തോഗണൽ ബേസ് ആണെങ്കിൽ യു ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്. ദാറ്റ് ഈസ് യു ഈക്വൽ ഇന്നർ പ്രോഡക്റ്റ് യു v1 by norm v1 square into v1 പ്ലസ് u v2 by norm v2 square into v2 plus etc. u vn divided by vn square into vn. norm vn square into vn. അതേസമയം ഈ ഓർത്തോ നോർമൽ ബേസ് ആണെങ്കിൽ നോം v1 നോം v2 ഒക്കെ 1 ആയിരിക്കും. അപ്പൊ ഈ ഡിനോമിനേറ്റർ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഈ രണ്ട് റിസൾട്ട് പറയണത്. അപ്പൊ നമുക്ക് ഈ ഭാഗം പ്രൂവ് ചെയ്യാൻ എങ്ങനെ നോക്കാം. ഇവിടെ യു എന്നുള്ളത് എവിടുത്തെ എലമെന്റ് ആണ്? വി എന്നുള്ള ഇന്നർ പ്രോഡക്റ്റ് സ്പേസിൽ അല്ലെങ്കിൽ വെക്ടർ സ്പേസിലെ എലമെന്റ് ആണ്. അപ്പോ ഇതിന്റെ ബേസിസ് എലമെന്റ്സ് ആണ് v1 v2 etc vn. അപ്പോ v1 v2 etc vn ബേസിസ് ആയതുകൊണ്ട് q എന്നുള്ളത് v1 v2 etc vnന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് യുവിനെ എങ്ങനെ എഴുതാം? c1 into v1 plus c2 into v2 plus etc plus cn into vn. ഇനി നമ്മള് കാണാൻ പോകുന്നത് വാട്ട് ഈസ് ഇന്നർ പ്രോഡക്റ്റ് യു വി വൺ എന്നുള്ളതാണ്. എന്താണ് ഇന്നർ പ്രോഡക്റ്റ് യു വി വൺ? ഇന്നർ പ്രോഡക്റ്റ് യു വി വൺ എന്ന് പറഞ്ഞാല് ഇന്നർ ഇവിടെ യു ഇവിടെ തന്നിട്ടുണ്ടല്ലോ, c1 v1 പ്ലസ് c2 v2 എക്സെട്ര പ്ലസ് cn vn. അപ്പൊ ഇന്നർ പ്രോഡക്റ്റ് യു കോമ യു സോറി യു എന്ന് പറഞ്ഞാല് ഇവിടെ ഈ എക്സ്പ്രഷൻ ആയിരിക്കും, ഈ എക്സ്പ്രഷൻ മുഴുവനായിരിക്കും യു. അപ്പൊ c1 v1 അല്ലെ? കാരണം ഇന്നർ പ്രോഡക്റ്റിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളത്. രണ്ടാമത്തെ ടേം എന്തായിരിക്കും? പ്ലസ് ഇന്നർ പ്രോഡക്റ്റ് c2v2 അല്ലെ? c2v2 v1. അങ്ങനെ ലാസ്റ്റ് ടേം പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം എന്താണ് വരിക? ഇന്നർ പ്രോഡക്റ്റ് cn vn v1. ഇപ്പൊ ഇന്നർ പ്രോഡക്റ്റ് നമുക്ക് പ്ലസ് ഇട്ട് ഇതിന്റെ നമുക്ക് സാധാരണ ഇന്നർ പ്രോഡക്റ്റ് യു വി വൺ പറഞ്ഞാൽ ഇങ്ങനെ v1 എന്നാണ് വരിക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുമ്പോ എന്താ പറയാ, ഇത് ഇങ്ങനെ n ടേംസിന്റെ സമ്മായിട്ട് വരും. c1v1 പ്ലസ് c2v2 v1 പ്ലസ് എക്സെട്ര പ്ലസ് cn v1. ഇനി ആദ്യത്തെ ടേം എന്ന് നമുക്കറിയാം, ഇന്നർ പ്രോഡക്റ്റ് കെ യു വി ഈക്വൽ ടു കെ ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. സോ ഇത് c1 ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. അപ്പൊ ഇതെന്തായി മാറും? c1 ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് v1 v1 അല്ലെ? ഇന്നർ പ്രോഡക്റ്റ് v1 v1. രണ്ടാമത്തതോ അതേപോലെ അടുത്ത ടേം c2 ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് v2 v1 എക്സെട്ര cn ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് vn v1. പക്ഷെ ഈ v1 v2 എക്സെട്ര vn ഓർത്തോഗണൽ ആയതുകൊണ്ട് v1 മാത്രം 1, ബാക്കിയൊക്കെ 0 ആയിരിക്കും. v1 ഇന്നർ പ്രോഡക്റ്റ് എടുത്താൽ 1, സോറി v1 ഇന്നർ പ്രോഡക്റ്റ് എടുത്താല് നോം v1 സ്ക്വയർ. ഈ ബാക്കിയുള്ളതൊക്കെ 0 ആയിരിക്കും. c2 ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് എന്താണ്? v2 v1 പ്ലസ് എക്സെട്ര. ഇങ്ങനെയാണ് പോവാ. പ്ലസ് എക്സെട്ര ലാസ്റ്റ് ടേം എന്താണ് വരിക?
സി എൻ ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് വി എൻ വി എം. ഈ V1 ഇന്നർ പ്രോഡക്റ്റ് എടുത്താല് ഇത് ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു എന്താ പറയാ ഇന്നർ പ്രോഡക്റ്റ് V1 പറഞ്ഞാല് നോ വി വൺ ഹോൾ സ്ക്വയർ ആണ്. ബാക്കിയുള്ള ടേമുകളൊക്കെ എന്താവും C2 ഇൻറ്റു V2 V1 എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഓർത്തോഗണൽ ആവുമ്പോ പരസ്പരം ഡിഫറെന്റ് ആയിട്ടുള്ള തമ്മിൽ ഇന്നർ പ്രോഡക്റ്റ് എടുത്താല് 0 ആയിരിക്കും. ഇവിടുന്ന് അങ്ങോട്ടുള്ള ബാക്കി മുഴുവൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അങ്ങനെ ബാക്കി ടേമുക്ക് 0 ആയി പോകും. അപ്പൊ നമ്മൾ എവിടുന്ന തുടങ്ങിയത്? ഇന്നർ പ്രോഡക്റ്റ് U(V1) ഈക്വൽ ടു C1 ഇൻറ്റു നോം V1 സ്ക്വയർ. അപ്പൊ അതിൽ നിന്ന് C1ന്റെ വാല്യൂ എന്ത് കിട്ടും? C1 ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ അവിടെ ഉള്ളത് എന്താണ്? ഇന്നർ പ്രോഡക്റ്റ് U(V1) ആണ് ലെഫ്റ്റിലുണ്ട്. U(V1). ഇനി C1ന്റെ കൂടെ എന്താണ്? നോം V1 സ്ക്വയർ. അപ്പൊ ഡിവൈഡഡ് ബൈ നോം V1 നോം V1 സ്ക്വയർ. അപ്പൊ ഇങ്ങനെ C1 നമുക്ക് കിട്ടി. ഇനി അപ്പൊ C2 എന്തായിരിക്കും? ഇന്നർ പ്രോഡക്റ്റ് U(V2) ഡിവൈഡ് ബൈ നോം V2 സ്ക്വയർ. അപ്പൊ നോക്ക, ഈ C1ന് പകരം ഇവിടെ ഉള്ള ഈ C1ന് പകരം നമ്മള് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്താവും? U ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് U(V1) ഡിവൈഡ് ബൈ നോം V1 സ്ക്വയർ ഇൻറ്റു V1 ആവുത്. C1ന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് അതേപോലെ C2 എന്താണ്? ഇന്നർ പ്രോഡക്റ്റ് നോം V2 ഡിവൈഡ് ബൈ നോം V2 സ്ക്വയർ. അതുപോലെ നമുക്ക് C2 എന്താ പറയാ യുവിന്റെ ഓരോ കോഎഫിഷ്യന്റും നമുക്ക് കിട്ടും. ഈ എക്സ്പ്രഷൻ കംപ്ലീറ്റ് കിട്ടും. ഇനി ഈ നോം V1 നോം V2 എക്സെട്ര നോം Vn 0 ആവുമ്പോ എന്താവും? നോം V1 നോം V2 എക്സെട്ര നോം Vn 0 ആവുമ്പോ എന്താവും? സോറി, നെക്സ്റ്റ് ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം. അപ്പോ നമ്മള് തൊട്ടുമ്പ് പറഞ്ഞ പ്രകാരം U എന്നുള്ള മെട്രിക്സിന്റെ ഈ S എന്നുള്ള ഓർത്തോഗണൽ ബേസ് വെച്ചിട്ടുള്ള എന്താ പറയാ കമ്പോണന്റ് വെക്ടർ എന്ന് പറഞ്ഞാല് ഇന്നർ പ്രോഡക്റ്റ് U(V1) ബൈ നോം V1 സ്ക്വയർ C1 C2 എക്സെട്ര Cnന്റെ വാല്യൂസ് ഇങ്ങനെ ആയിരിക്കും. അതുപോലെ എന്താ പറയാ ഓർത്തോ നോർമൽ ബേസ് ആണെങ്കിൽ ഡിനോമിനേറ്ററിലെ നോം V1 സ്ക്വയർ നോം V2 സ്ക്വയർ ഒക്കെ 1 ആയി മാറും. ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. V1 V2 എക്സെട്ര Vn V1 V2 V3 തന്നിട്ടുണ്ട്. ഇതൊരു ഓർത്തോനോർമൽ ബേസ് ആണ്, നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ ഓർത്തോനോർമൽ ബേസ് ആണെന്ന് കാണാം? നോം V1 കാണാം, നോം V2 കാണാം, നോം V3 കാണാം, ഒക്കെ 1 ആയിരിക്കും. പിന്നെന്ത് ചെയ്യും? എന്താ പറയാ ഇന്നർ പ്രോഡക്റ്റ് V1 ഡോട്ട് V2 0 ആയിരിക്കും. ഇന്നർ പ്രോഡക്റ്റ് V2 ഡോട്ട് V3 0 ആയിരിക്കും. ഇന്നർ പ്രോഡക്റ്റ് V1 ഡോട്ട് V3 ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ ഇത് ഒരു ഓർത്തോ നോർമൽ ബേസിസ് ആണ്. ഓർത്തോ നോർമൽ ബേസ് ആകുമ്പോ U ഈക്വൽ ടു 1 1 1 എന്നുള്ള ഈ വെക്ടറിനെ ഈ 3 വെക്ടറിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുമ്പോ വരുന്ന കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ കോഎഫിഷ്യൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. ഇന്നർ പ്രോഡക്റ്റ് ഓർത്തോ നോർമൽ ബേസിസ് ആണെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് U(V1) ആയിരിക്കും ഫസ്റ്റ് വെക്ടറിന്റെ കോഎഫിഷ്യന്റ്. അതായത് നമ്മള് എന്താ പറയാ ഈ U ഈക്വൽ ടു എന്താ പറയാ C1 V1 പ്ലസ് C2 V2 പ്ലസ് C3 V3 അങ്ങനെ എഴുതുകയാണെങ്കിൽ ഇവിടെ 3 വെക്ടറുകളല്ലോ. അപ്പൊ C1 V1 C2 V2 C3 V3ന്റെ സം അങ്ങനെ എഴുതുകയാണെങ്കിൽ C1ന്റെ വാല്യൂ എന്തായിരിക്കും? ഇന്നർ പ്രോഡക്റ്റ് U(V1).
അപ്പൊ ഇന്നർ പ്രോഡക്റ്റ് യു വി വൺ എന്താണ് വരിക? ഇന്നർ പ്രോഡക്റ്റ് യു വി വൺ എന്ന് പറഞ്ഞാല് ഇന്നർ പ്രോഡക്റ്റ് വൺ 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 കോമ യു എന്ന് പറഞ്ഞാല് വൺ 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 അല്ലെ. വി വൺ എന്ന് പറഞ്ഞാലോ സീറോ വൺ വൺ. ഇത് തമ്മിൽ ഇന്നർ പ്രോഡക്റ്റ് എങ്ങനെ കാണാം? കമ്പോണന്റ് വൈസ് മൾട്ടിപ്ലൈ ആഡ് ചെയ്യുക. അപ്പൊ 1 into 0 plus 1 into 1 plus 1 into 0. അപ്പൊ 1 ആണ് ഇന്നർ പ്രോഡക്റ്റ് യു വി വൺ കിട്ടുക. അതേപോലെ ഇന്നർ പ്രോഡക്റ്റ് യു വി ടു എങ്ങനെ വരിക? 1 into -4/5 plus 1 into 0 plus 1 into 3/5. അപ്പൊ -1/5 ആണ് കേട്ടോ. അതുപോലെ ഇന്നർ പ്രോഡക്റ്റ് യു വി ത്രീ എന്താണ് വരിക? 1 into 3/5 plus 1 into 0 plus 1 into 4/5. അപ്പോ 7/5 ആണ് വരിക. അപ്പൊ ഈ യുവിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 into v1 plus -1/5 into v2 plus 7/5 into v. Right? അതേപോലെ ഈ പ്രോബ്ലം നമ്മൾ ചെയ്തതായിരിക്കും ഒരു പക്ഷേ. W1 ഓർത്തോ നോർമൽ ആണെങ്കിൽ എങ്ങനെയാണ് ഓർത്തോഗണൽ ആണെങ്കിൽ എങ്ങനെയാണ് ഓർത്തോ നോർമൽ ആക്കുന്നുള്ളത്? ഇത് ഓർത്തോഗണൽ ആണ്. നമുക്ക് W1.W2 0 സോറി അല്ലെ, ഇന്നർ പ്രോഡക്റ്റ് W1 W2 0, ഇന്നർ പ്രോഡക്റ്റ് W1 W3 0, ഇന്നർ പ്രോഡക്റ്റ് W2 W3 0. ഈ മൂന്ന് ഇത് കൊടുത്താല് അല്ലെ 3 into -4 plus 0 into 0 plus 3 into 4 -12 plus 12 എന്നാവും 0. അപ്പൊ അങ്ങനെ ഓരോന്നും 0 കിട്ടും. അപ്പൊ നമുക്കറിയാം W1 W2 W3 എന്താണ്? ഓർത്തോഗണൽ ആണെന്ന് അറിയാം. അത് ഓർത്തോ നോർമൽ ആണെന്ന് കാണാന് ഓർത്തോ നോർമൽ ആക്കണം. ഓർത്തോ നോർമൽ ആവണമെങ്കിൽ നോം W1 എന്താവണം? 1 ആവണം. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? W1നെ അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യും. W1നെ അതിന്റെ അതായത് 0 to 0 ഡിവൈഡഡ് ബൈ നോം 0 to 0. നോം 0 to 0 പറഞ്ഞാൽ റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. അപ്പൊ √4 എന്ന് വരും, 2 വരും. അപ്പൊ 0 അവിടെ വരിക എന്താ പറയാ 0 to 0 ഡിവൈഡഡ് ബൈ 0 to 0 ഡിവൈഡഡ് ബൈ ഇറ്റ്സ് നോം ആണ്. ഇതിന്റെ നോം കിട്ടിയ 2 ആണ്. അപ്പൊ എങ്ങനെ അത് ഡിവൈഡ് ചെയ്യുക? 2 കൊണ്ട് 0നെ ഡിവൈഡ് ചെയ്യുക, 2നെ ഡിവൈഡ് ചെയ്യുക, 0നെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ 0 1 0 കിട്ടും. അതേപോലെ W2നെ ഡിവൈഡ് ചെയ്താൽ ഇതിന്റെ നോം എന്താ വരിക? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. അപ്പൊ √ ഓഫ് 18 ആണ് വരിക അല്ലെ. W2ന്റെ നോം വരിക എന്താ പറയാ √ ഓഫ് 18 ആണ്. 18നെ നമുക്ക് 2 into 9 എന്ന് എഴുതാം. 18നെ നമുക്ക് 2 into 9 എന്ന് എഴുതാം. അപ്പൊ √ ഓഫ് 18 എന്ന് പറഞ്ഞാല് √2 into √9 ആയിരിക്കും. അപ്പൊ 3 √2 ആയിരിക്കും. √ ഓഫ് 18 എന്ന് പറഞ്ഞാല് റൂട്ട് ഓഫ് ദീസ് ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാല് 9ന്റെ റൂട്ട് 3 √2 എന്നായിരിക്കും. അപ്പൊ 3 √2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് എന്താ വരിക? 3 ഡിവൈഡ് ബൈ 3 √2, 0 ഡിവൈഡ് ബൈ 3 √2, 3 ഡിവൈഡ് ബൈ 3 √2 എന്ന് പറഞ്ഞാല് 1/√2, 0 1/√2. അതേപോലെ ഇതിനെയും ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇങ്ങനെ കിട്ടും, V3 കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഓർത്തോഗണൽ ബേസിനെ ഓർത്തോനോർമൽ ബേസ് ആക്കി മാറ്റി എങ്ങനെയുള്ളത് ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇതേപോലെ ഈ പ്രോബ്ലത്തിലും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളോട് യു എന്നുള്ള വെക്ടറിനെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഓർത്തോനോർമൽ ബേസിസിന്റെ ടേമിൽ എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഓർത്തോനോർമൽ ബേസ് V1 V2 V3 നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. അപ്പൊ നേരത്തെ പോലെ ഇന്നർ പ്രോഡക്റ്റ് യു V1 into V1 പ്ലസ് ഇന്നർ പ്രോഡക്റ്റ് യു V2 into V2, ഇന്നർ പ്രോഡക്റ്റ് യു V3 into V3. UV1 UV2 UV3 കാണണം. UV1 കാണുന്ന കണ്ടോ? U എന്ന് പറഞ്ഞാൽ 1 2 4 ആണ്. V1 എന്ന് പറഞ്ഞാൽ 0 1 0 ആണ്. ഇതിന്റെ ഇന്നർ പ്രോഡക്റ്റ് എന്തായിരിക്കും? 1 into 0 plus 2 into 1 plus 4 into 0 2 ആയിരിക്കും. അതേപോലെ ഇന്നർ പ്രോഡക്റ്റ് UV2 ഇന്നർ പ്രോഡക്റ്റ് UV3 കാണാം. 1 2 4നെ
എന്താ ഫസ്റ്റ് 2 ഇൻറ്റു എന്താ പറയാ നമ്മള് V1 കണ്ടില്ലേ, V1 010 അങ്ങനെ ഓരോ എന്താ പറയാ കോഷ്യന്റ് ഇങ്ങനെ ആക്കിയിട്ട് ഇതിനെ എഴുതാൻ പറ്റും. ഇങ്ങനെ 1 to 4നെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് 3 ഓർത്തോനോർമൽ വെക്ടേഴ്സ് ആയിട്ട് എഴുതുന്നത് എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ തൊട്ടുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ വരുന്നത്.